കാലത്രയത്തിൽ സംപൂജ്യനും അവസ്ഥാത്രയത്തിന് കാരണവും സമസൃഷ്ടി പുരുഷനുമായ ഭഗവാൻ നാരായണ ഗുരുവിനായിക്കൊണ്ട് കോടാനുകോടി പ്രണാമം. മലയോര മേഖലയാകുന്ന പൂതമ്പാറയില് പൂർവ്വകാലത്ത് തന്നെ കുടിയേറ്റ മേഖലയായ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ കുടുംബാംഗങ്ങള് ഗുരുഭക്തരും ഉത്തമരായിരിക്കുന്ന ഈശ്വരവിശ്വാസികളുമായിരുന്നു. അവര് തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ എത്തിയതായിരിക്കുന്ന സന്ദർഭത്തില് കുലഗുരുവായിരിക്കുന്ന നാരായണ ഗുരുവിനെ ഒരു മഠം നിർമ്മിച്ച് ആ മഠത്തിൽ ആരാധന നടത്തി പോന്നിരുന്നു. അവരുടെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന ഇന്ന് കാണുന്നതായിരിക്കുന്ന ഭക്തന്മാര്, അംഗങ്ങള്, അവരെല്ലാവരും കൂടി ചേർന്ന് അവർക്കുതകുന്നതായിരിക്കുന്ന ഒരു സ്ഥലം നിർണയിച്ച് ആ സ്ഥലത്തില് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ കമനീയമായിരിക്കുന്ന പഞ്ചലോക വിഗ്രഹവും അതോടൊപ്പം തന്നെ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ മഹാസാന്നിധ്യത്തെയും ഇന്നേ ദിവസം ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ കുടിയിരുത്തി ആരാധിച്ചു വരികയാണ്. നാടിൻ്റെ യശസ്സിനും ശ്രേയസ്സിനും സർവോപരി സർവ്വരോഗദുഃഖ നിവാരണത്തിനും വേണ്ടി സർവ്വചരാചരങ്ങൾക്കും ക്ഷേമ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി പൂതമ്പാറയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായിരിക്കുന്ന ഗുരുവിൻ്റെയും ചാമുണ്ടീശ്വരി ദേവിയുടെയും എല്ലാ അനുഗ്രഹ ആശസ്സുകളും ഈ പ്രദേശത്തിലുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവര് എല്ലാവരും തന്നെ ഉത്തമവരായിരിക്കുന്ന ഈശ്വര വിശ്വാസികളായി തീരുവാൻ ശ്രീനാരായണ തൃപാദങ്ങളുടെയും ശാരദാദേവിയുടെയും എല്ലാ ആശീർവാദങ്ങളും ഇവർക്കുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം നാരായണ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജന്മ സാഫല്യമാണ്. ഏതാണ്ട് 66 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക്, ഈ പ്രദേശത്തേക്ക് കുടിയേറിയ ഗുരുദേവ വിശ്വാസികൾ, അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും ഗുരുദേവ ദർശനങ്ങളും. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഗുരുദേവ വിശ്വാസികൾ, അന്നത്തെ ഗുരുദേവ വിശ്വാസികൾ 66 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനൊരു സ്ഥലം സമ്പാദിക്കുകയും ഓല കൊണ്ട് മേഞ്ഞതും മൺകട്ട കൊണ്ട് നിർമ്മിച്ചതുമായ ആ വചനമടപ്പിൽ ഇവിടെ ആഴ്ചയൊരിക്കലൊക്കെ ആളുകൾ പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. ഇവിടെ വെച്ച് നിരവധി വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് നടന്ന വിവാഹത്തിൽ പിറന്ന കുട്ടികൾക്ക് ഏതാണ്ട് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. വളരെ പരിമിതമായിട്ടാണെങ്കിലും നിത്യ ആരാധന ഇല്ല എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് അതിനുശേഷം കുറെ കാലം ഇവിടെ ആരാധനാ സംവിധാനങ്ങളൊക്കെ ഇല്ലാതെ പോയി. പിന്നീട് ബഹുമാനായ PN രാജപ്പൻ ഞാനും ഭാരവാഹി ശേഷം ശ്രീനാരായണ ഗുരു വചനമഠം സ്ഥാപിക്കുകയുണ്ടായി. അത് 30 വർഷം പൂർത്തിയായി. ഇവിടെ നടന്ന താമ്പൂല പക്ഷത്തിലും അതുപോലെ തന്നെ ദേവപക്ഷത്തിലുമാണ് ഗുരുദേവനെ എത്രയും പെട്ടെന്ന് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും ഭാവിയിൽ ഇവിടെ നിത്യസാന്നിധ്യമായിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂതമ്പാറയിലെ ഗ്രാമവാസികൾ ആരാധിച്ചു പോന്നിരുന്ന തകർക്കപ്പെട്ടു പോയതോ തകർന്നു പോയതോ ആയ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ചാമുണ്ടേശ്വരി ദേവി ഇവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ദേവിയെ പിന്നീട് പ്രതിഷ്ഠിച്ചാൽ മതിയെന്നായിരുന്നു ദേവപ്രശ്നത്തിൽ കണ്ടതെങ്കിലും ഞങ്ങൾ രണ്ടിന്റെയും നിർമ്മാണം ഒന്നിച്ചു തുടങ്ങി. 2018 ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് 7 വർഷം വേണ്ടി വന്നു. താരതമ്യേന ജനസംഖ്യ കുറവുള്ള പ്രദേശത്ത് ക്ഷേത്രവിശ്വാസികളും ആയിട്ടുള്ള ആളുകളും വളരെ കുടുംബങ്ങളും കുറവാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ സജ്ജനങ്ങളും വളരെ സജീവമായി വളരെ അവരുടെ കഴിവിനെ പരമാവധി സഹകരിച്ചു. 7 വർഷമെടുത്തെങ്കിലും SNDP വടകര യൂണിയനുമായി ബന്ധപ്പെട്ട് ശാഖകളുമായി ബന്ധപ്പെട്ട് ഒരുപിടി ആളുകൾ, ഈ പ്രദേശത്തിന് പുറത്തുള്ള ആളുകളൊക്കെ അവരുടെ കഴിവിന്റെ പരമാവധി സഹകരിച്ചു. ഏതാണ്ട് 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം ഞങ്ങളുടെ ഒരു ജന്മസാഫല്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ വലിയ പുണ്യദിനത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥ. ഏതായാലും ഇതിന് സഹകരിച്ചിട്ടുള്ള ഒരുപാട് മനസ്സുകളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുക ഈ അവസരത്തിൽ സാധ്യമല്ല. എങ്കിലും സഹകരിച്ചവര് ഇതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരെ എല്ലാവരെയും ഇതിന്റെ ക്ഷേത്ര കമ്മിറ്റിയുടെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ ഞാൻ അവരെ എല്ലാം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്ര ആചാര്യനായിട്ടുള്ള ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠൻ ജ്ഞാനതീർത്ഥ സ്വാമികളുടെ ആ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ
അദ്ദേഹം നിരന്തരമായി ഇവിടെ വന്നു പോകുന്നു, ഭക്തജനങ്ങളുമായി ഇടപഴകുന്നു. അതിൻ്റെയൊക്കെ ഗുണമായിട്ടാണ് ഭക്തജനങ്ങൾ അവരുടെ കഴിവിന്റെ പരമാവധി ഈ സഹായങ്ങളൊക്കെ സംഭാവനകളൊക്കെ ചെയ്ത് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. വിശ്വഗുരു നാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ എല്ലാവരും വന്ന് പ്രാർത്ഥന നടത്തിപ്പോയാൽ ഗുരുദേവന്റെയും ചാമുണ്ടീശ്വരി അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. അതെല്ലാവർക്കും ഉണ്ടായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം, ഞങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ ഗുരുവിന്റെയും അമ്മയുടെ പ്രതിഷ്ഠ കഴിഞ്ഞ്, ഗുരുവിന്റെ ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞ് നടയിൽ ഒരു മഞ്ഞ ശലഭം വന്നിരുന്നു. ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അത് വലിയൊരു അത്ഭുതമായി. ഗുരുവിന്റെ നിത്യസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായി ആ ശലഭത്തിന്റെ വരവ് ഞങ്ങൾ കാണുകയാണ്. ഈ ശാഖയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബിജു, ഈ ശാഖയുടെ സെക്രട്ടറി, ഈ പ്രതിഷ്ഠാ ക്രമം ഇത്രയും ഭംഗിയായി നടത്തുവാൻ എൻ്റെ കൂടെ മനസ്സറിയും നമ്മുടെ കൂടെ ഒരു നിയോഗം പോലെ ഏറെക്കാലം ഷിപ്പിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ചെയ്ത് സ്വന്തം തന്ന കാഴ്ചയിൽ മണ്ണാതുരത്തെ തങ്കമ്മ ചേച്ചിയിൽ ജീവിത സുഗന്ധം നേടുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷവും അതോടൊപ്പം വ്യക്തിപരമായ വളരെ സന്തോഷവും അതുപോലെ തന്നെ ധന്യതയും ഞാനും പങ്കുവെക്കുകയാണ്. ബഹുമാന്യനായ സന്തോഷ് അരയാക്കണ്ടി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഈ ശാഖയിലേക്ക് ആദ്യം ഈ ഭൂമിയിലേക്ക് വരുന്നത് 32 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ വന്നുപോയി. നമ്മുടെ ഡോക്ടർ BV മാധവൻ എന്ന് പറയുന്ന നമ്മുടെ മാധവൻ ഡോക്ടറുടെ കൂടെയാണ് ഞാൻ എൻ്റെ ആദ്യമായിട്ട്. അന്ന് ഞാൻ വോട്ടിന്റെ കൗൺസിൽ അംഗമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഓരോരോ ഘട്ടങ്ങളിലുള്ള പുരോഗമനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും, എന്നെ സംബന്ധിച്ച് അതിലൊരു വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ പോലും അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പോകുന്നത്. ഇതിന്റെ പ്രവൃത്തി നടക്കുന്ന സമയത്തും ഞാൻ തുഷാർ വെള്ളാപ്പള്ളിയും കൂടി ഒരു ദിവസം ഇവിടെ സന്ദർശിച്ചിട്ട് പോയതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതുവഴി ഞാൻ പോകുമ്പോഴൊക്കെ ഇതിന്റെ നിർമ്മാണ പുരോഗതി കാണാറുണ്ട്. പലപ്പോഴും ഓട്ട് ടൈമിലൊക്കെയാണ്, രാത്രി പിന്നെ നന്നപ്പുറത്തേക്കൊക്കെയാണ് അധികം പോകും. അപ്പോഴും ഞാനിത് വീക്ഷിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ഒത്തൊരുമയും കൈമയും മറന്നുകൊണ്ടുള്ള ഒരു സഹകരണമാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ വരുമ്പോ സ്വാമിജി നമുക്കൊരു ക്ലാസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദേവീനെ എങ്ങനെ ആരാധിക്കുന്നുവോ അതോടൊപ്പം ഗുരുവിനെയും അതുപോലെ തന്നെയോ അതിലുപരിയായിട്ടോ ആരാധിക്കണം, അവിടെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയൊരർത്ഥം സാധാരണ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സശരീരനായിട്ടുണ്ടായിരുന്ന ഗുരുവാണ്. നമ്മളിവിടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളും ഉണ്ടാവും. അവിടങ്ങളിലൊക്കെ ആദ്യമായി നമ്മുടെ ശ്രീകോവിലിനകത്ത് വിളക്ക് വെക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നതിനേക്കാൾ മുന്നേ അവിടെ കർമ്മം ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായി ഗുരുസ്ഥാനത്ത് ഒരു വിളക്ക് കത്തിക്കുകയും ഒരു സങ്കല്പ സ്ഥാനത്ത് ആ ഗുരുവായിട്ട് സങ്കല്പിക്കുന്ന ഒരു സങ്കല്പ സ്ഥാനത്ത് ഒരു വിളക്ക് വെക്കും. വ്യാഴത്തിന്റെ ഒരു സങ്കല്പത്തിൽ ഒരു വിളക്ക് വെക്കും. ആ വിളക്കിന്റെ ഉള്ള തിരിയിൽ നിന്നാണ് കൊളുത്തിയിട്ട് പ്രധാന പ്രതിഷ്ഠക്ക് കൊണ്ടുപോയി വിളക്ക് വെക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഏത് കാവുകളുണ്ടെങ്കിലും നമുക്കൊരു ഗുരുസ്ഥാനം എന്ന് നമുക്ക് കാണാം. അവിടെ നൈദ്യം കൊടുക്കും, അതോടൊപ്പം അവിടെ വിളക്കം വെച്ച്. അത് സങ്കല്പ സ്ഥാനമാണെങ്കിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സശരീരനായിട്ടുള്ള നമ്മുടെ ഒക്കെ പിതാമഹന്മാരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നും ഗുരുവിനെ കണ്ട കണ്ണുകൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തരത്തിലുള്ള ഗുരുവിനെയാണ് നമ്മൾ അറിയുന്നത്. ആ ഗുരുവിനുള്ള അതീന്ദ്രിയമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സോഷ്യൽ റവല്യൂഷനിസ്റ്റ് ആണെന്ന്. അത് സാമൂഹ്യ വിപ്ലവകാരി അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നൊക്കെ ആളുകൾ പലപ്പോഴും വിശേഷിപ്പിക്കാറ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നവോത്ഥാന നായകനുമാണ് ഗുരു, സാമൂഹ്യ വിപ്ലവകാരിയുമാണ്. പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത ബന്ധാവിലുള്ള മുഴുവൻ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ആ ഗുരുവിന്റെ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രവൃത്തി 1% കുറവേ വരികയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ശ്രീനാരായണ ഗുരു നടത്തിയപ്പോ ഗുരു എന്ന അതീന്ദ്രിയമായ കഴിവുകളുള്ള ഒരു ഗുരു, അതീന്ദ്രിയമായ കഴിവുകൾ മനുഷ്യൻ സാധിക്കാത്ത, സാധാരണക്കാരനായ മനുഷ്യന് സാധിക്കാത്ത കഴിവുകളുള്ള ഗുരുവിനെ നമ്മൾ എവിടെയും തിരിച്ചറിയാതെ പോകും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോ അവിടെ ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചരിത്ര താളുകളിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു കാര്യം, ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന ആ രാത്രി, ആ ശിവരാത്രി, ശങ്കരൻകുഴി എന്ന് പറയുന്ന വലിയ ഒരു കയത്തിലേക്ക് ശ്രീനാരായണ ഗുരു മുങ്ങിപ്പോവുകയും മൂളിയിട്ട് അതിനകത്തേക്ക് പോവുകയും 3/4 മണിക്കൂർ സമയം ഈ ഗുരുവിനെ ഈ കയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തെ കുറിച്ച് ഒരു ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഗുരുവിന് എന്തോ സംഭവിച്ചു എന്നും ഗുരുവിന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു എന്നും ഗുരുവിന് ആ പ്രാണൻ നഷ്ടമായി, ഗുരു നമ്മളെ നിന്ന് വിട്ടുപോയി എന്ന തരത്തിൽ ആ കരയിൽ നിന്നിരുന്ന ആളുകൾ മുഴുവൻ നിലവിളിച്ച് കരഞ്ഞിരുന്ന ഒരു രംഗമുണ്ട്. ഗുരു ഏകദേശം 3/4 മണിക്കൂർ സമയം ഒരു വെള്ളത്തിനടിയിലേക്ക് പുറത്തു നിന്നും ഒരു ശ്വാസം എടുത്ത് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി പോകണമെങ്കിൽ അത്രയും സമയം നിൽക്കാൻ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പാറയോട് ചേർന്നിരിക്കുന്നു, പാറയോട് ചേർന്നു ഒരു ഇരുമ്പിന്റെ കഷ്ണം വെൽറ്റ് ചെയ്തിട്ട് എങ്ങനെ പിടിപ്പിച്ചാലുണ്ടാവും, അതുപോലെ കല്ലോട് ചേർന്ന് യോജിച്ചു പോയിരിക്കുന്ന ഒരു സവിശേഷതയും ഒരു പ്രത്യേകതയും ആ അരുവിപ്പുറം ശിവപ്രതിഷ്ഠക്കും. പക്ഷേ ഗുരുവിന്റെ നവോത്ഥാന വിപ്ലവമാണ് പ്രതിഷ്ഠ എന്ന് പറയുന്ന ആളുകളൊന്നും തന്നെ ഈ തരത്തിലുള്ള ഗുരുവിന്റെ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അതീന്ദ്രിയമായ ആ ഗുരുവിനെ, ഇതൊക്കെ ഞാൻ ഇവിടെ പറയാനുള്ള ഒരു കാരണമുണ്ട്, ഞാൻ പറയാം. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ശരീരം എന്നുള്ളത് 1000 പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്ര വിഗ്രഹങ്ങളെക്കാൾ ഏറെ ഊർജം പ്രവഹിക്കുന്നതും അതോടൊപ്പം ദിവ്യമായിട്ടുള്ള ഒരു ശരീരമാണ് ഗുരുവിന്റെ ശരീരം. ആ ശരീരം
ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിച്ചതായിട്ട് കാണാം. ഞാനിപ്പോ വന്നപ്പോ നിങ്ങളുടെ പ്രസിഡന്റിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ വാവുബലി തർപ്പണം നടക്കാറുണ്ടോ എന്നുള്ളത്. വാവുബലി തർപ്പണം നിങ്ങൾ ഇതിന്റെ താഴെയുള്ള ഈ പുഴയില് നടത്താറുണ്ടെന്ന്. എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മൾ വിചാരിക്കാത്ത ജനങ്ങളാണ് വന്ന് പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനും ചില ക്ഷേത്രത്തിന്റെ ഭാഗമായി 10,000, 15,000, 20,000 ഒക്കെ ആളുകൾ പങ്കെടുക്കുന്ന ഈ വാവ് തർപ്പണത്തിന് ഞാൻ പോകാറുണ്ട്. ഞാനും ഈ കർമ്മം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഈ വന്ന ആളുകളോട് ഇടക്കൊന്ന് ചോദിക്കും, ഈ കർമ്മം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി എന്താണെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, ഞങ്ങളെ അച്ഛനും അമ്മയും ഇവർക്കൊക്കെ എന്തെങ്കിലും ദോഷം വരണ്ട, നമ്മളെ കൂട്ടി ദോഷം അവരെ ആത്മാവിനൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം. സഖാവ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് നാക്കിൽ നിന്നും വന്നത് ഈ സഹോദരൻ അയ്യപ്പന്റെ നാക്കിൽ നിന്നും. ഈശ്വരനില്ലെന്നും അങ്ങനെ ഒരു കാര്യമില്ലെന്നും ദൈവമില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പൻ ഗുരുവിനോട് ചോദിച്ചു, ആ മണപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, അവിടെ ബലിതർപ്പണമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു, ഇവിടെ ബലിതർപ്പണത്തിന് മറ്റൊന്നും കാണുന്നില്ലല്ലോ, മനുഷ്യന്മാരെയല്ലേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബലിതർപ്പണം ആത്മാക്കൾക്കുള്ളതാണ് എന്ന് ഗുരു പറഞ്ഞു. ഉടനെ സഹോദരൻ പറഞ്ഞു, അതിന് അവിടെ ആത്മാവൊന്നും ഇല്ലല്ലോ, വെറും മനുഷ്യരെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഗുരു ഉടനെ പറഞ്ഞു, അടുത്ത വാവ് തർപ്പണത്തിന് ബലിക്ക് സഹോദരൻ വാ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത വാവ് തർപ്പണത്തിന് സഹോദരൻ ഗുരുവിന്റെ അടുത്ത് വന്നു നിന്നു. ആത്മഗതം പോലെ ഗുരു പറഞ്ഞു, ഓ സഹോദരൻ അത് വിട്ടില്ല അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോ സഹോദരൻ പറഞ്ഞു, ഇല്ല വിട്ടില്ല, എനിക്ക് അറിയണം, അതാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, സഹോദരൻ നമ്മുടെ കൈ പിടിക്കുകയാണ്. അങ്ങനെ അതീന്ദ്രിയമായ ആ അഭൂതപൂർവമായ കഴിവുകളുള്ള ഗുരുവിന്റെ ആ കൈ സഹോദരൻ പിടിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, ഇനി മണപ്പുറത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞു. ആ മണപ്പുറത്തേക്ക് നോക്കിയ ഈ സഹോദരൻ കാണുന്നത് ഒരുപാട് അവ്യക്തമായ രൂപങ്ങൾ ഈ പുഴയിലും അതോടൊപ്പം ഈ മണൽപ്പുറത്തും ഇങ്ങനെ കാണുകയാണ്. സഹോദരൻ സാഷ്ടാംഗം ഗുരുവിനെ നമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗുരു ഒരു ചെറിയ ശിക്ഷയും സഹോദരന് കൊടുത്തു. സഹോദരനോട് പറഞ്ഞു, ഒരു ചരമഗീതം എല്ലാം കണ്ടു ബോധ്യപ്പെട്ടില്ലേ? ബോധ്യപ്പെട്ടു. എങ്കിൽ ഒരു ചെറിയ ഒരു കാര്യം, ഒരു ചരമഗീതം ഇവർക്ക് വേണ്ടി എഴുതണമെന്ന് ഈ ആത്മാക്കൾക്ക്. അങ്ങനെ എഴുതിയ ചരമഗീതമാണ് ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സര, ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ എന്ന് പറഞ്ഞ് ഈ ഗുരുവിന്റെ ആ സമ്മതത്തോടെ, ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഉണ്ടായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ചരമഗീതമായി നമ്മൾ ഇന്ന് പലപ്പോഴും മരണ വീടുകളിലും ഇതുപോലുള്ള കർമ്മം നടത്തുന്നിടത്തിലും ഒക്കെ നമ്മൾ അത് ചെയ്യുന്നു. ഗുരു എവിടെയൊക്കെ ശിവപ്രതിഷ്ഠയും കാര്യങ്ങളും നടത്തിയോ അവിടങ്ങളിലൊക്കെ ബലിതർപ്പണവും ഗുരു പറഞ്ഞു. ഗുരുവിനെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവിനെയാണ് ഗുരു ജീവിച്ചിരിക്കവേ തന്നെ വലിയ പ്രതിമ പ്രതിഷ്ഠയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. നിങ്ങളുടെ മുറ്റത്താണ് ആ തരത്തിലുള്ള ഒരു മഹത് കർമ്മം നടന്നിരിക്കുന്നത്. എത്ര പേരത് അറിയും, എത്ര പേരത് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേരത് ആസ്വദിച്ചിട്ടുണ്ട്, എത്ര പേരതിനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ പ്രതിമാ പ്രതിഷ്ഠ എന്നുള്ളത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ചരിത്രമുണ്ട്, അത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത പരിപാടി വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ ആ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായിട്ട് ഗുരു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഗുരുവിനോട് മൂർക്കോത്ത് കുമാരൻ എന്ന ആൾ ചോദിച്ചു, ഗുരു അങ്ങയുടെ ഒരു പ്രതിമ ഇവിടുത്തെ അങ്കണത്തിൽ വേണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഗുരു അതിന് വലിയ വിമുഖതയൊക്കെ കാണിച്ചു. അങ്ങനെ ശ്രീനാരായണ ഗുരു ഒരു ദിവസം അതിനൊരു അർത്ഥസമ്മതം കൂടി.
അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടുന്ന് ശിവഗിരിയിലേക്ക് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി, ഒരു ശേഖരൻ. അവിടെ എത്തിയപ്പോ ഗുരു ചോദിച്ചു, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. ഗുരു ഇരുന്നിടത്തിന് ചോദിച്ചു, ഈ മാവിൽ കിടക്കുന്ന മാങ്ങയുടെ ഫോട്ടോ എടുക്കാൻ സാധിക്കുമോ? മാങ്ങയുടെ ഫോട്ടോ എടുക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഗുരുവിന്റെ അടുത്ത കുസൃതി ചോദ്യം, ആ മാങ്ങയുടെ രസപ്പടം എടുക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. മാങ്ങയുടെ രസം പടത്തിലുണ്ടാവും, മാങ്ങയിലെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പൊ ശേഖരൻ പറഞ്ഞ് വിഷമിച്ചു പോകും ഗുരു. അങ്ങനെ ഗുരു ഒരു പ്രത്യേക പോസിൽ ഇരുന്നു കൊടുക്കുകയാണ്. ചമ്രം പടിഞ്ഞ് ധ്യാന നിമഗ്നമായ മിഴികളോടുകൂടി ഗുരു ഇരുന്ന് കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, ഇങ്ങനെയല്ലേ ശേഖരൻ നീ ഉദ്ദേശിക്കുന്ന എന്റെ പ്രതിമ എന്ന്. അങ്ങനെ ശേഖരന്റെ വാക്കുകളിൽ പറയുന്നത്, രണ്ട് കണ്ണുകളും നിറഞ്ഞുപോയി ശേഖരന്റെ. കാരണം ശേഖരൻ ഈ തീവണ്ടിയിൽ നിന്ന് ഇരുന്നിട്ട് വേണോ, നിന്നിട്ട് വേണോ, അർദ്ധകായമാണോ, പൂർണ്ണകായമാണോ എന്നൊക്കെ ചിന്തിച്ച ശേഖരന്റെ മുന്നിലേക്ക് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടിരുന്ന ഗുരുവിനെയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ പടം വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുക്കുകയും ആ പടം പിന്നീട് നമ്മുടെ ടവർ അലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ശില്പി, ഞാൻ അതിന്റെ നടുക്കുള്ള കഥയിലേക്കൊന്നും പോകുന്നില്ല, ടവർ അലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ശില്പിക്ക് അയച്ചു കൊടുത്ത് പഞ്ചലോഹത്തിൽ തന്നെ ഈ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ഇതൊക്കെ ചെകഞ്ഞു പഠിച്ചെടുക്കേണ്ടി വന്നിരുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഒരു സർക്കുലർ അയച്ചായിരുന്നു. ഇനി മുതൽ ഈ നാൽക്കവലകളിൽ നിന്ന് ഗുരുവിനെ വെച്ചിട്ട് ഈ സൂക്തം എഴുതി വെച്ചിട്ട് എറിഞ്ഞു പൊടിക്കാനുള്ള ഏർപ്പാടുണ്ടാവരുത്. അത് ഗുരുക്ഷേത്രമായി ഗുരുവിനെ പൂജിക്കുവാനുള്ള മനസ്സാളുകൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഒരുപാട് രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ പറഞ്ഞു ഈ പാവപ്പെട്ട സമുദായത്തിന് ഇതുപോലുള്ള ഒരു പഞ്ചലോഹമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഭാരിച്ച ചുമതല നിങ്ങൾ ഏൽപ്പിക്കുകയാണോ, എന്തായി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. നല്ല മറുപടി ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായി. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പഞ്ചലോഹ പ്രതിഷ്ഠ ഇവിടെ നടത്തിയ പഞ്ചലോഹ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഇറ്റലിയിൽ നിന്നാണ് നിർമ്മിച്ചത്. സാധാരണക്കാരായ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് അന്നത്തെ 15,000 രൂപ എടുത്താണ് ആ പറയുന്ന പ്രതിമ ഉണ്ടാക്കിയത്. അത് കൊണ്ടുവരുന്ന വഴിയിൽ സിലോൺ തുറമുഖത്ത് വെച്ചിട്ട് ഒരാൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു അങ്ങയുടെ പ്രതിമ ഇവിടുത്തെ കസ്റ്റംസ് ഹൗസിൽ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്കൊന്ന് കാണണമല്ലോ എന്നായി ഗുരു. അങ്ങനെ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി കസ്റ്റംസ് ഹൗസിൽ നിന്ന് പെട്ടി പൊളിച്ച് ഈ പ്രതിമ ഗുരുവിനെ കാണിച്ചു. ഗുരു അത് കണ്ടിട്ട് പറഞ്ഞു, ഇത് നമ്മെ പോലെ ഇരിക്കുന്നുവല്ലോ, ഇതിന് ഭക്ഷണവും വെള്ളമൊന്നും വേണ്ട, ദീർഘകാലം ജീവിച്ചു കൊള്ളുമെന്നൊരു അഭിപ്രായവും ഗുരു പാസാക്കി. അങ്ങനെ ആ പ്രതിമ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ബോധാനന്ദ സ്വാമികളുടെ കൈകളാലാണ് ആ പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ആ പ്രതിമയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം കോടികൾ വിലമതിക്കുന്നതാണ് ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഗുരുവിനെ നമ്മൾ പ്രതിഷ്ഠിച്ച ആ പ്രതിമ എന്നറിയണം. കിലോകളായിട്ടുള്ള സ്വർണ്ണാണ്, 240 കിലോ ആണ് അതിന്റെ ഭാരം. അത് കറുപ്പ് നിറത്തിൽ കാണുന്നതുകൊണ്ട് അധികം ആളുകൾക്ക് അതിന്റെ മഹിമ എന്താണെന്ന് അറിയില്ല. ഇന്ന് തലശ്ശേരിക്കാരായിട്ടുള്ള പല വിദ്യാമാരും ധരിച്ചു വെച്ചിരിക്കുന്നത് അത് സിമന്റിന്റെ പ്രതിമയാണ്. ഞാനിപ്പോ പോയിട്ട് പലയിടങ്ങളിലും പ്രസംഗിക്കുന്ന സമയത്താണ് ആളുകൾ ഇത് പഞ്ചലോഹമാണെന്നും ഇനിയൊരു തലമുറക്ക് ആ തരത്തിലുള്ള ഒരു പ്രതിമ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്നിപ്പോ പവന് 70,000 രൂപയാണ്. ഇതില് കിലോകളാണ്. അതിന് ഞാൻ പുറമെ കേട്ടത് തന്നെ ആ ചരിത്രം പറയുന്നത് തന്നെ ഈ തുല്യമായിട്ടുള്ള ലോഹങ്ങളാണ് അതിൽ വെച്ചിരിക്കുന്നത്. 240 കിലോ ആണ് അതിന്റെ ഭാരം പറയുന്നത്. അപ്പൊ എത്ര കിലോ സ്വർണ്ണം അതിനുണ്ട് ഞാൻ എനിക്ക് നല്ല അതൊരു അതിശയോക്തിയായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ അത്രയും മൂല്യമുള്ള പ്രതിമ നമ്മൾ ഗുരുവിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രതിഷ്ഠയായിട്ട് അത് നടത്തുകയും അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ആരായുവിനന്തത്വം ഒഴിച്ചാതി മഹസ്യം നേരാമണി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത പിതാമഹന്മാർ നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഏറെ കൃതാർത്ഥനാണ്. ഞാൻ ഒരിക്കൽ കൂടി ഔദ്യോഗികമായി ഈ ക്ഷേത്രം നിങ്ങൾക്കായി സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
ഞാൻ ഇവിടെ ഇതിനു മുന്നേയും പല പ്രാവശ്യമായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മിക്കവാറും രാത്രി സമയങ്ങളിലോ അതിന്റെ സന്ധ്യയ്ക്ക് ശേഷമൊക്കെയാണ് ഇതുവഴിയൊക്കെ പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി അവരുടെ ഒപ്പം നമ്മളിവിടെ വരാനിടയായിട്ടുണ്ട്. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മളൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയും അന്ന് തുഷാർ ജി ഇവിടെ വന്നപ്പോ തന്നെ പറയുകയുണ്ടായി, ഇതിന് വലിയ കാലതാമസമൊന്നും ഇല്ലാതെ തന്നെ ഇത് എത്രയും പെട്ടെന്ന്, അന്നത്തെ ഇതിന്റെ ഒരു രൂപം എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. ആ ഒരു രൂപവും ഇന്നത്തെ ഈ ഒരു രൂപം എന്ന് പറയുന്നത് വളരെയധികം വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം ഞാൻ ഒട്ടും ഇങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഇവിടെ എത്തുന്നത്. കാരണം ഇങ്ങനെ എത്തി അതിന് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ ജ്ഞാനതീർത്ഥ അവർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹ ആശിസ് ഇവിടുന്ന് എനിക്ക് ലഭ്യമായി. എന്താ പറയുക, ഇത് ഒരു ദേശത്തിന് ഈ ഒരു ദേശത്തിന്റെ ഒരു ഐശ്വര്യത്തിന് ഏറ്റവും അധികം എത്രയോ കാലമായിട്ട് ഇങ്ങനെ മുടങ്ങി നിന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രം, അതിന്റെ ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും നല്ല ഒരു നാൾ പ്രതിഷ്ഠാ മഹോത്സവമായിട്ട് ഇന്ന് അതിന് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ട് ഇവിടെ ഇതിനു വേണ്ടി മറ്റെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഇതിനു വേണ്ടി ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ധന്യമുഹൂർത്തം ഉണ്ടാക്കി തന്നത് എൻ്റെ മാത്രം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ മാത്രമോ കാരുണ്യം കൊണ്ടല്ല, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ സഹായ സഹകരണങ്ങളും തന്നതിൻ്റെ പേരിലാണ് നമ്മൾ ആക്കി തീർത്തത്. ഇനി മേലിലും ഇതുപോലെയുള്ള ഇതിനോടനുബന്ധിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ നടത്താനുണ്ട്. ഇവിടെ ഇനി ഒരു നടപ്പന്തൽ വരണം, നമുക്കിവിടെ ഒരു ഓഡിറ്റോറിയം വരണം. ഇതൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മളിതൊരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഞാൻ അതിനുവേണ്ടി നിങ്ങളോടുകൂടി യാചിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെറിയ കല്യാണങ്ങളോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താനും പിന്നെ ഇവിടെ നടപ്പന്തൽ വന്ന് വെയിൽ കൊള്ളാതെ മഴയൊക്കെ നിന്ന് തൊഴിൽ പോകാൻ സന്തോഷത്തിലാണ് ഈ പ്രദേശവാസികൾ. നമുക്കറിയാം, വളരെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്ര പ്രതിഷ്ഠാ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഇത്ര നീണ്ടുപോയി, അതുപോലെ തന്നെ SNDPയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ബാബു പുതമ്പാറ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SNDP പ്രസ്ഥാനത്തെ പറ്റി, ഗുരുദേവ ദർശനങ്ങളെ പറ്റി, അതിൻ്റെ പ്രസക്തിയെ പറ്റിയൊക്കെ അരയാക്കണ്ടി സന്തോഷം സംസാരിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ബാലേട്ടൻ ഈ റിപ്പോർട്ട് വെച്ച സമയത്ത് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഈ SNDP നേതാക്കളുടെ മുമ്പിലേക്ക് ഞാനും സമർപ്പിക്കുകയാണ്. പുറകിലുള്ള ഒരു സ്ഥാനം അലങ്കരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സ്ഥാനം എന്നെ സംബന്ധിച്ച് അലങ്കരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ബാബുവിൻ്റെ നിർബന്ധം കൊണ്ട് സ്റ്റേജിൽ എത്തിപ്പെട്ടു. എങ്കിലും സംപൂജ്യനായ സ്വാമിയുടെയും SNDP ഞാൻ ബഹുമാനിക്കുന്ന SNDP നേതാവ് ശ്രീ അരയാക്കണ്ടി സന്തോഷത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ അർജുൻ്റെയും സാന്നിധ്യത്തിൽ ഈ സ്റ്റേജ് പങ്കിടുവാൻ സാധിച്ചത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ആവേശം ഉളവാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അനിലിൻ്റെ സാന്നിധ്യവും ഞാൻ ഓർമ്മിക്കുകയാണ്. ഏതൊരു നാട്ടിൻ്റെയും സാംസ്കാരികവും എല്ലാ അർത്ഥത്തിലും അവിടുത്തെ വികസനം, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളുമായിട്ട് നമുക്ക് വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട്. അതുമാതിരി ഈ നാടിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ പരിവർത്തനത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള ഒരു പാതയാണ് ക്ഷേത്രവും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പ്രതിഷ്ഠയും.
വടകര SNDP 115 ശാഖ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രബലമായ ശാഖ തന്നെയാണ് പുതുമ്പാറ ശാഖ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാലത്തെ സ്വപ്നമാണെന്ന് എനിക്കറിയാം. ഒരുപാട് കാലത്തെ സ്വപ്നമാണ് പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. ആ പ്രാർത്ഥന ഇന്ന് നിറവേറ്റുന്നു. എവിടെയെങ്കിലും പ്രാർത്ഥിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഗുരുദേവനോടൊപ്പം ചാമുണ്ഡി ക്ഷേത്ര അമ്മയും കൂടി കൊണ്ട് നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാക്കണം. SNDP മറ്റൊരു സൂചിപ്പിക്കാനുള്ളത് ഇവിടെ SNDP തീരുമാനം ഉണ്ടായിരുന്നു. എല്ലാ ശാഖകളിലും ഒരു ഗുരുമന്ദിരം വേണമെന്ന് നിർബന്ധ ശാഖ യൂണിയനുണ്ട്. ഓരോ ശാഖയിലും ഗുരുമന്ദിരം നിർമ്മിക്കാൻ പറ്റി വരിക. ബാബു സൂചിപ്പിച്ചമാർ പ്രാരംഭഘട്ടത്തിലൊക്കെ SNDP സഹായിച്ചിട്ടുണ്ട്. ഇനിയും സഹായിക്കും. 2-3 പണി നിങ്ങൾക്ക് ബാക്കി ഞാൻ കണ്ടു. യൂണിയൻ കൗൺസിലൊക്കെ വളരെ ശക്തമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നതിന് സംശയമില്ല. നമുക്ക് കൂട്ടമായി ഈ പണി തീർക്കണം. ഇതൊക്കെ ഒരു കൂട്ടമായി ഞാൻ കാണുകയാണ്. ഒന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നിർമ്മാണത്തിന് ഏറെ മുന്നോട്ട് വെച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാ ശാഖാഭാരങ്ങളെയും ശാഖാ പ്രസിഡന്റ് സെക്രട്ടറികളെയും എല്ലാവരും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഏതാണ്ട് 1969 തൊട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആദ്യമേ ഒരു ഭജന സംഘം രൂപീകരിച്ച് ശ്രീനാരായണ ഭജന സംഘം രൂപീകരിച്ച് ആഴ്ച തോറും ഓരോ വീട്ടിലും പ്രാർത്ഥന നടത്തിക്കൊണ്ട് അന്ന് ആഴ്ചതോറും ഒരു നിശ്ചിത സംഖ്യ ഇതിലേക്ക് അടച്ച് അങ്ങനെ സ്വരൂപിച്ച് കൂട്ടിയ ആ പൈസ കൊണ്ടാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാം ആരാണ്. ശ്രീമാൻ ബാബു തന്നെയാണ്. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകേല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ശ്രീമാൻ ബാബു എന്ന്. ഇന്നത്തെ ഈ യോഗത്തില് പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ പേരിൽ ഞാൻ സ്വാഗതവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാം ആദ്യം തന്നെ ബാബു പറഞ്ഞു കഴിഞ്ഞു. കുടിയേറ്റ മേഖല ആയിരുന്നു ഇവിടം. കുടിയേറ്റക്കാരാണ് ആദ്യമേ ഈ ശാഖായോഗത്തിന് വേണ്ടി ഈ ഭജന സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ആ ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം, നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏറെക്കാലത്തെ പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ഇന്നാണ് നമ്മൾ പൂർത്തീകരിച്ചത്. ഇത് പൂർണ്ണതയിൽ അല്ലെങ്കിൽ തന്നെയും നമ്മളതിൽ വിളക്ക് വച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അമ്പലം എന്നുള്ള ബാക്കി അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരാനുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളോടുകൂടി നമ്മുടെ എല്ലാ സഹകരണത്തോടുകൂടി നമ്മുടെ ഇവിടെയുള്ളതും വിദേശത്തുള്ളതുമായ എല്ലാ ആളുകളുടെയും സഹകരണത്തോടുകൂടി തന്നെ ബാക്കി കാര്യങ്ങൾ നടത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ മറ്റു പലരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്തി നമ്മുടെ ഈ ദേവീക്ഷേത്രം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് അരയാക്കണ്ടി അർജുൻ അവർകളാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് സമർപ്പിച്ച അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ അരയാക്കണ്ടി സന്തോഷ് സാറ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരുന്ന നമ്മുടെ ബാക്കി ഉള്ള മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.